ഹായ്, ഇത് 2025 മോഡൽ ക്രെറ്റ എസ് ഓപ്ഷണൽ നൈറ്റ് എഡിഷൻ വേരിയന്റ് ആണ്. നമ്മൾ റീസെന്റ് എസ് ഓപ്ഷണൽ വേരിയന്റിന്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് വന്നൊരു കമന്റ് ആണ് നൈറ്റ് എഡിഷന്റെ വീഡിയോ കൂടി ഉൾപ്പെടുത്താനായിട്ട്. ഇതപ്പോൾ നൈറ്റ് എഡിഷൻ വേരിയന്റ് ആണ്. ഇതിനകത്ത് എന്തെല്ലാം ഡിഫറൻസ് ആണ് വരുന്നത് നോർമൽ വേരിയന്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ക്രെറ്റ എസ് ഓപ്ഷണൽ നൈറ്റ് എഡിഷൻ വേരിയന്റ്, ക്രെറ്റയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഈ എസ് ഓപ്ഷണൽ വേരിയന്റ് ആണ്. അതിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയന്റ് ഈ എസ് ഓപ്ഷണലിന്റെ നൈറ്റ് എഡിഷൻ വേരിയന്റ് ആണ്. മറ്റ് ക്രെറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു SUV ലുക്കും റോഡ് പ്രസൻസും ഈ ഒരു ബ്ലാക്ക് കളറിന് ലഭിക്കുന്നുണ്ട്. നോർമൽ എസ് ഓപ്ഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡിഫറൻസ് തന്നെ വരുന്നത് ഈ ലോഗോയിലാണ്. ലോഗോ ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ഈ ഗ്രില്ല് നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്കാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴത്തെ ഈ ഒരു സ്പ്ലിറ്റ് പ്ലേറ്റ് നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ മൂന്ന് ചേഞ്ചസ് ആണ് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. മറ്റ് നോർമൽ ക്രെറ്റ വേരിയന്റുകളിൽ അതൊരു സിൽവർ ഫിനിഷിലും താഴത്തെ സ്പ്ലിറ്റ് പ്ലേറ്റ് സിൽവർ ഫിനിഷിലാണ് വന്നിരുന്നത്. ഈ ഒരു പോർഷൻ ഒരു ബ്രഷ്ഡ് ബ്ലാക്ക് ഫിനിഷിലായിരുന്നു കൊടുത്തിരുന്നത്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് ആ ഒരു പൊസിഷൻ ലാമ്പ് കാണാം. അതിനോട് ചേർന്ന് തന്നെ ആ ഒരു കണക്റ്റഡ് DRL കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ LED ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് താഴേക്ക് വന്നാൽ ആ 4 സ്ലോട്ട് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് കാണാം, അതും LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 190 mm ആണ് ക്രെറ്റയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമൽ ക്രെറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ഡിഫറൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് ഡിഫറൻസ് വരുന്നത് നമുക്ക് ടോപ്പിലായിട്ട് വരുന്ന റൂഫ് റെയിൽസ്, അത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നോർമൽ ക്രെറ്റയിൽ ഈ ഒരു പോർഷൻ നമുക്കൊരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരുന്നത്, അതും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള അലോയ് വീൽസ് തന്നെ കൊടുത്തിരിക്കുന്നു. 17 ഇഞ്ച് വീൽസ് ആണ്. 215/60R17 ആണ് ടയർ സൈസ് വരുന്നത്. നൈറ്റ് എഡിഷനിൽ ഫ്രണ്ടിലെ കാലിപ്പേഴ്സ് റെഡ് ആയിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലെ കാലിപ്പേഴ്സ് എന്നാൽ നോർമൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വാഹനത്തിന് ചുറ്റുപുറവും ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ ഒരു ക്ലാഡിംഗ് പോകുന്നത് കാണാം. അത് ഈ വാഹനം ഒരു ബ്ലാക്ക് കാർ ആയതുകൊണ്ട് എടുത്ത് കാണിക്കാത്തതാണ്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. നമുക്ക് മിറേഴ്സ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. അതിനകത്ത് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. കംപ്ലീറ്റ്ലി ബ്ലാക്ക്, വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇതിനകത്ത് കാണാനില്ല. ഇത് കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിന്റെ റിക്വസ്റ്റ് സെൻസർ കാണാം. പ്ലെയിൻ ഗ്ലാസുകളാണ്. നമുക്ക് ഇത് വേണമെങ്കിൽ ഇപ്പോൾ 50% ടിൽറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് ലെവൽ ലുക്കിലേക്ക് ഈ വാഹനം ചേഞ്ച് ആവും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റൂഫ് റെയിൽസ് ബ്ലാക്ക് ഫിനിഷ്, നമുക്ക് പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. ബാക്കിലെ ഷാഫിൻ ആന്റിനെയും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ കാലിപ്പേഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ആ ഒരു സിൽവർ ഫിനിഷിലാണ് വരുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ഒരു ചെറിയ പേയ്മെന്റിനൊക്കെ റെഡിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ നോർമൽ ക്രെറ്റയായിട്ട് വരുന്ന മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നൈറ്റ് എഡിഷന്റെ ഒരു ബാഡ്ജിങ് വന്നു എന്നുള്ളതും ബാക്കിലെ ഈ ഒരു സ്കിഡ് പ്ലേറ്റിന്റെ പോർഷൻ ഗ്ലോസി ബ്ലാക്കിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളതുമാണ്. പിന്നെ ഈ ഹ്യൂണ്ടായുടെ ഒരു ലോഗോ അത് നമ്മൾക്ക് ബ്ലാക്ക് ഫിനിഷിലേക്ക് വന്നിട്ട് ഈ ഒരു പോർഷൻ ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരുന്നത്, അതും ബ്ലാക്ക് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിലെ ഡിസൈൻ തന്നെ നമുക്ക് ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. ആ ഒരു പോർഷൻ നമുക്ക് അതിന് നടുക്കായിട്ട് നമുക്കൊരു സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു പോർഷനിലെല്ലാം നമുക്കൊരു സിൽവർ ടച്ചാണ് വന്നിരുന്നത്. അത് നൈറ്റ് എഡിഷനിൽ ഫുൾ ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ വൈപ്പർ ആൻഡ് വാഷർ ആൻഡ് ഡീഫോർ ഗ്ലാസ്സുകളാണ്. കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കാണാം. ഈ ഒരു പോർഷൻ നമുക്ക് അതിനകത്ത് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഫുൾ LED ആണ് വരുന്നത്. റിവേഴ്സ് ലൈറ്റ് വരുന്നത് ഇവിടെ സെൻട്രൽ മോണിറ്ററായിട്ട് താഴെയാണ്. അത് ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ബാക്കിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നൈറ്റ് എഡിഷൻ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ക്രെറ്റ എന്ന് പറഞ്ഞ ബാഡ്ജിങ് നമുക്ക് വരുന്നുണ്ട്. അത് ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. വേറെ എടുത്തു പറയത്തക്ക ചേഞ്ചസ് ഒന്നും തന്നെ വരുന്നില്ല. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പാഴ്സൽ ട്രേ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ബാക്കിലേക്ക് ഒരു ബൂട്ട് ലൈറ്റും കാണാനായിട്ട് പറ്റും. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 433 ലിറ്ററാണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. സ്പെയർ വീല് ഇതിനകത്ത് വരുന്നുണ്ട്. ആ ഒരു 16 ഇഞ്ച് 205/65/16 ആണ് സ്പെയർ വീലിന്റെ സൈസ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ സീറ്റ് നമുക്ക് 60/40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. 2 പേർക്കും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ചേഞ്ചസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിനകത്ത് കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് കാണാം. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫുൾ ബ്ലാക്ക് കളറിലേക്ക് ഇതിന്റെ ഇന്റീരിയർ ചേഞ്ച് ആയിട്ടുണ്ട്. മറ്റ് ക്രെറ്റകളിൽ ഒരു വൈറ്റ് ഫിനിഷാണ് ഇന്റീരിയർ വന്നിരുന്നത് എങ്കിൽ, വൈറ്റ് ആൻഡ് ഒരു ബ്രോൺസ് ഫിനിഷാണ് വന്നിരുന്നെങ്കിൽ ഇതിപ്പോൾ ഫുൾ ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇപ്പോൾ ഡോർ പാഡ് വരുന്നത്. നമ്മുടെ നോർമൽ കട്ടയിൽ ഒരു ഡിവൽ ടോൺ കളറിലായിരുന്നു വന്നിരുന്നുണ്ട്. ഒരു ഓഫ് വൈറ്റ് ഫിനിഷും പിന്നെ ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് ഫിനിഷും ആണ് വന്നിരുന്നത്. ഇപ്പോൾ ഫുൾ ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് കൊടുത്തിട്ടുണ്ട്. 4 പവർ വിൻഡോന്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സീറ്റ് ഫുൾ ബ്ലാക്ക് കളറിലേക്കാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഫുൾ ഫാബ്രിക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റിന്റെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പെഡലുകൾ ഇപ്പോൾ ഒരു സ്റ്റീൽ ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് മറ്റേ നോർമൽ കട്ടായിട്ട് വരുന്ന ഒരു ഡിഫറൻസ്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നോർമൽ ക്രെറ്റ എസ് ഓപ്ഷണൽ വേരിയന്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിത് വളരെ പ്രീമിയം ഇന്റീരിയർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ഫിനിഷ് വന്നു. ഈവൻ നമ്മളുടെ സീറ്റ് കാര്യങ്ങളാണെങ്കിലും ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മറ്റേ നോർമൽ ക്രെറ്റയിൽ ഇവിടെയുള്ള ഒരു ഡിവൽ ടോൺ ഒരു വൈറ്റിഷ് ഫിനിഷാണ് കൊടുത്തിരുന്നത്. അകത്തൊരു ബ്രോൺസ് ഫിനിഷാണ് വന്നിരുന്നത്. ഇപ്പോൾ ഒരു ബ്രഷ്ഡ് ബ്ലാക്ക് ഫിനിഷിലേക്ക് അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ബ്ലാക്ക് കളർ ഇന്റീരിയർ വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ശരിക്കും ഒരു സ്പോർട്ടി ലുക്കിംഗ് ഇന്റീരിയർ ആയിട്ട് ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട്. ഇപ്പൊ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷനിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഈ ഒരു പോർഷൻസിലെല്ലാം നമുക്ക് ബ്ലാക്ക് ഫിനിഷ് വന്നു. മറ്റു കട്ടയിൽ ഇവിടെ എല്ലാം ഒരു സിൽവർ ടച്ച് ആണ് കൊടുത്തിരുന്നത്. ഈ അകത്തെ കൺട്രോളുകളുടെ പോർഷൻസിലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് വന്നിട്ടുണ്ട്. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാം. അതിനും ആ ഒരു ബ്രഷ്ഡ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത്. RPM മീറ്ററും സ്പീഡോമീറ്ററും എല്ലാം ഡിജിറ്റൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം അറിയാനായിട്ട് പറ്റും. TPMS പോലുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ടോഗിൾ ചെയ്യാനായിട്ടുള്ള ബട്ടൺസ് എല്ലാം നമുക്ക് ആ ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആവറേജ് ഫ്യൂവൽ, ഡിസ്റ്റൻസ് ടു MT, പിന്നെ എത്ര കിലോമീറ്റർ ഓടി, എത്ര ടൈം നമ്മൾ വാഹനം യൂസ് ചെയ്തു, അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യുണ്ടായുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന സിസ്റ്റമാണ്. അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകളിൽ വശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് വരുന്നുണ്ട്. അത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ ക്യാമറയാണ് വരുന്നത്. പാർക്കിംഗ് സെൻസേഴ്സ് അതിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്നത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലാണ്. ഇതിനകത്ത് പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം തന്നെയാണ്. USB കണക്ട് ചെയ്ത് വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുമ്പോൾ നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് ഈ കാണുന്ന ഒരു പോർഷൻ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നോർമൽ വാഹനങ്ങളിൽ ഒരു ബ്രോൺസ് കളർ ആയിരുന്നെങ്കിൽ അതിനകത്തൊരു ബ്രഷ്ഡ് ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു AC വെൻസിനകത്തെല്ലാം ഒരു സിൽവർ ടച്ച് കാണാം. ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നടുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ബാക്കി ACയുടെ ഫിസിക്കൽ ബട്ടണുകൾ കാണാം. താഴേക്ക് വന്നാൽ നമുക്കിവിടെ ഒരു Type C ചാർജിംഗ് പോർട്ട്, 12 വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട്, USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഇത് നമ്മളുടെ പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. അതിൻ്റെ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. അതിന് ചേർന്ന് നമുക്ക് ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. നമുക്ക് സ്നോ, മഡ്, സാൻഡ്, സ്പോട്ട്, അങ്ങനെ 4 ഡ്രൈവ് മോഡുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ക്ലസ്റ്ററിൽ അത് ചേഞ്ച് ചെയ്യുന്നത് കാണാം. നോർമൽ, സ്പോട്ട്, ഈക്കോ, നോർമൽ, സ്പോട്ട്, ഈക്കോ, അങ്ങനെ 3 ഡ്രൈവ് മോഡുകളും പിന്നെ ട്രാക്ഷൻ മോഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നോ, മഡ്, സാൻഡ്, അങ്ങനെ 3 ട്രാക്ഷൻ മോഡുകൾ, അതായത് ഓരോ ടെറൈൻ മോഡുകളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കൺട്രോൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഓട്ടോ പാർക്ക് ബ്രേക്ക് ആണ് ഓട്ടോമാറ്റിക് വേരിയന്റിൽ വരുന്നത്. അതിൻ്റെ ഒരു ബട്ടൺ കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് വരും. അതിനകത്ത് ഓട്ടോ ഹോൾഡിൻ്റെ ഓപ്ഷൻസും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എസ് ഓപ്ഷണൽ മാനുവൽ വേരിയന്റിലും ഓട്ടോ പാർക്ക് ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക്, ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടി ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ കൊടുത്തിരിക്കുന്നു. ഈ പോർഷൻസിലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഈ വശങ്ങളിലാണെങ്കിലും ആ ഒരു ലെതർ ടച്ച് കിട്ടുന്ന രീതിയിലുള്ളൊരു പ്ലാസ്റ്റിക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ടൊരു സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ ടോപ്പിൽ സോഫ്റ്റ് ടച്ച് ആണ്. അകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് നല്ല കംഫർട്ടായിട്ടിരിക്കാൻ വേണ്ട സീറ്റുകളാണ്. സീറ്ററിൻ്റെ ആ ഒരു ഇന്നർ പോർഷൻ നമുക്കൊരു ലൈറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മളുടെ ഈ ഒരു പോർഷൻ തൊട്ട് ടോപ്പിലെ പോർഷൻസ് എല്ലാം നമുക്കൊരു വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അതും കൂടി ബ്ലാക്ക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ അകം ഭയങ്കര ഡാർക്കായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടായിരിക്കാം അതൊരു വൈറ്റ് മാറ്റിയിട്ട് ഒരു ഓഫ് വൈറ്റ് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ്. മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs കൊടുത്തിരിക്കുന്നു. നമുക്ക് ടിക്കറ്റ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റീഡിംഗ് ലൈറ്റ് അത് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു പനോറമിക് സൺറൂഫ് കാണാം. അതിൽ 1 ടച്ച് ഓപ്പൺ ആൻഡ്
ക്ലോസിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ്. അതിനകത്ത് കൂൾഡ് ഫീച്ചർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇപ്പോഴത്തെ വെതറിന് എന്താണെങ്കിലും ആ കൂൾഡ് ഫീച്ചർ വളരെ നല്ലൊരു കാര്യമാണ്. അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ക്രെറ്റ നോക്കുന്നുണ്ട്, എസ് ഓപ്ഷണൽ വേരിയൻ്റ് ആണ് എങ്കിൽ നൈറ്റ് എഡിഷൻ ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 100% ചൂസ് ചെയ്യേണ്ടത് നൈറ്റ് എഡിഷൻ ആണ്. മറ്റേ എസ് ഓപ്ഷനിലെ മറ്റ് വേരിയന്റുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് മച്ച് പ്രീമിയം ലുക്കിംഗ് ഇന്റീരിയർ ആണ്. നമ്മുടെ നോർമൽ വേരിയന്റുകൾ കമ്പയർ ചെയ്യുമ്പോൾ വെറും 20,000 രൂപയുടെ ഡിഫറൻസ് ആണ് ഈ നമ്മുടെ നൈറ്റ് എഡിഷൻ വേരിയന്റുകൾക്ക് വരുന്നുള്ളൂ. ഇനി ബാക്കി യാത്രക്കാരെ കംഫർട്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ബാക്കി യാത്രക്കാരെ കംഫർട്ടും ബാക്കി എന്നുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഡോർ പാഡ് ഫുൾ ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈവൻ സൺ ബ്ലൈൻഡ്സ് ബ്ലാക്ക് കളറിലാണ്. അത് ഓൾറെഡി ബ്ലാക്ക് കളറിലാണ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിൽ വരുന്നുണ്ട്. ഇവിടെ സ്പീക്കർ ഗ്രില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് 2 AC വെന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെ ഒരു ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് കാണാം. ഇവിടെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെന്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. ആ ഒരു പോർഷൻ നമുക്ക് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. കപ്പ് ഹോൾഡേഴ്സ് കാണാം. ബാക്കിലെ സീറ്റും നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ സീറ്റിന്റെ ഇന്നർ പോർഷൻ ഒരു ലൈറ്റ് ബ്ലാക്ക് ഫിനിഷിലും ഔട്ടർ പോർഷൻ ഒരു ഫുൾ ഡാർക്ക് ബ്ലാക്ക് ഫിനിഷിലുമാണ് കൊടുത്തിരിക്കുന്നത്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് വരുന്നു. ഐസോഫിക് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ കാണാം. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അകത്തേക്ക് കയറി ഇരുന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 8 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. സൺറൂഫ് പനോറമിക് ആണെങ്കിൽ ഹെഡ് റൂമിന് കൺസേൺസ് ഒന്നും വരുന്നില്ല. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടൊന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിൽ നമുക്ക് പാർസൽ ട്രേ വരുന്നുണ്ട്. നമുക്ക് ഈ സീറ്റ് ഒരു 2-way അഡ്ജസ്റ്റബിൾ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ റിക്ലൈൻ ചെയ്ത് ഇരിക്കാനായിട്ടുള്ള 2-way അഡ്ജസ്റ്റബിൾ ബാക്ക് സീറ്റും വരുന്നുണ്ട്. കാര്യം അതിന്റെ റിക്ലൈനിങ് പൊസിഷൻ നമുക്ക് 2-way അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. റീഡിംഗ് ലൈറ്റ് ഈ കോർണറിലായിട്ട് കൊടുത്തിരിക്കുന്നു. അതും LED ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ക്രെറ്റയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസൈൻ കൺട്രോൾ, 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, സീറ്റ് ബെൽറ്റ്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിനകത്ത് ഹ്യുണ്ടായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അഡാസ് ലെവൽ 2 പോലെയുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമ്മൾക്ക് ഈ എസ് ഓപ്ഷണൽ വേരിയന്റ് അല്ലെങ്കിൽ എസ് ഓപ്ഷണൽ നൈറ്റ് എഡിഷൻ വേരിയന്റ് 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പെക്ടഡ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വിത്ത് IVT ഗിയർ ബോക്സ് അല്ലെങ്കിൽ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഓട്ടോമാറ്റിക്കിന് 17ഉം മാനുവലിനും 17ഒക്കെയാണ്. റിയൽ ലൈഫിൽ മാനുവലിന് ഒരു 13ഉം 14നും ഇടയ്ക്കും, ഓട്ടോമാറ്റിക്കിന് 12ഉം 13നും ഇടയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം. പെട്രോളിൽ പവർ നോക്കുകയാണെങ്കിൽ 115 HP പവറും 114 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ്. ഡീസൽ എഞ്ചിനിലേക്ക് വന്നാൽ ക്രെറ്റ എടുക്കുന്നവർ എൻ്റെ അഭിപ്രായത്തിൽ ഡീസൽ എഞ്ചിൻ എടുക്കണം. നല്ല പവർഫുൾ ആയിട്ടുള്ള ഡീസൽ എഞ്ചിനാണ്. 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ചാർജ്ഡ് ഡീസൽ എഞ്ചിനാണ്. 115 HP തന്നെയാണ് പവർ. പക്ഷെ ടോർക്ക് 250 Nm ടോർക്കാണ്. കാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബും എന്ന് പറഞ്ഞാണ് പോകുന്നൊരു ഡീസൽ എഞ്ചിനാണ്. അത്യാവശ്യം മൈലേജും ഉണ്ട്. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 20 km/ലിറ്ററിന്റെ അടുത്തൊക്കെയാണ്. റിയൽ ലൈഫിൽ ഒരു മാനുവലിന് 14ഉം 15നും അടിക്കും. ഓട്ടോമാറ്റിക്കിനും സിമിലർ മൈലേജ് നമുക്ക് ആ വാഹനത്തിൽ എക്സ്പെക്ട് ചെയ്യാം. അതിലും നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് പ്ലസ് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിന്റെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമ്മളുടെ ക്രെറ്റ എസ് ഓപ്ഷണൽ നോർമൽ വേരിയന്റിന്റെ വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതിന്റെ ഡീറ്റെയിൽഡ് പ്രൈസ് ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ എസ് ഓപ്ഷൻ നൈറ്റ് എഡിഷൻ പെട്രോൾ മാനുവൽ വേരിയന്റിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 14,61,000 രൂപ. നമ്മളുടെ എസ് ഓപ്ഷൻ നോർമലിന് 14,41 കണ്ടാണ്. അപ്പോൾ 20,000 രൂപയുടെ ഡിഫറൻസേ വരുന്നുള്ളൂ. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 17,41,000 രൂപ. ഇനി എസ് ഓപ്ഷനിൽ IVT പെട്രോൾ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. പെട്രോൾ IVT വേരിയന്റ് ആണ്. ഇതിന് 16,11,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 19,50,000 രൂപ. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൽ മാനുവൽ വേരിയന്റിന് 16,20,000 രൂപ എക്സ്ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 19,61,000 രൂപ. ഡീസൽ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്ഷോറൂം പ്രൈസ് 17,70,000 ഓൺ റോഡിലേക്ക് വരുമ്പോൾ 21,41,000 രൂപ. നോർമൽ എസ് ഓപ്ഷൻ വേരിയന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഡീസൽ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 30,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. കാര്യം പ്രൈസ് പ്ലസ് ടാക്സിൻ്റെ ഒക്കെ വരുന്ന ഡിഫറൻസ് കൂടുതൽ വരുമ്പോഴാണ് ആ പ്രൈസ് ഡിഫറൻസ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് എങ്കിലും ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഗോ ഫോർ എസ് ഓപ്ഷൻ നൈറ്റ് എഡിഷൻ. അതാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വ്യൂസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹ്യൂണ്ടൈ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും മൂവാറ്റുപുഴയിലുള്ള പോപ്പുലർ ഹ്യൂണ്ടൈയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ഈ ക്രെറ്റ എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 95% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 2 ലക്ഷം രൂപ വേണ്ടി ക്രെറ്റയുടെ ഏത് വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 7 തൊട്ട് 8 കൊല്ലം വരെയുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. പെർ ലാക്കിന് 1450 രൂപ വരെയൊക്കെയാണ് അടവ് വരുന്നത്. ഫോർ മോർ ഇൻഫോ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.